വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് സാരീസിൻ്റെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള സെമി ടസറിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ള സാരീസാണ്. ഡിഫറെൻറ്റ് കളേഴ്സുമാണ്. നല്ല ഭംഗിയുള്ള സാരീസ്. അതിൻ്റെ റേറ്റ് വരുന്നത് 1150 ആണ്. ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത്. ഞാനിത് ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. ബ്ലൂ ആണ് ഷെയ്ഡ്. ചെറിയൊരു ഗോൾഡൻ കളർ ബോർഡർ പോയിട്ടുണ്ട്. ഈ ഒരു കളർ ഒരു ലോട്ടസ് പിങ്ക് ഷെയ്ഡ്, നല്ല ലൈറ്റ് പിങ്ക്, ലാവൻഡർ, ഒരു ഗ്രേപ്പ് വൈൻ എന്നോ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ്റെ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. ഇതൊരു നല്ല രസമുള്ളൊരു മെറൂണും കോഫി ബ്രൗൺ അല്ല, മെറൂണിൻ്റെ ഡാർക്ക് ടോൺ. ഈ ഇപ്പം നിങ്ങൾ കാണുന്ന കളേഴ്സ് കറക്റ്റ് കളറായിരിക്കും. ദൂരത്ത് നിന്ന് കാണിക്കുന്നതിനെക്കാട്ടിലും അടുത്ത് കാണിക്കുമ്പോൾ കളർ കറക്റ്റ് കിട്ടും. ഗ്രീൻ, ഇതൊരു ഡാർക്ക് മെറൂൺ, പിങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയൻറ്റ് ആൻഡ് ബ്ലാക്ക് കളർ. പിന്നെ വരുന്ന കളേഴ്സ് ഈ ഒരു പിങ്ക്, നേവി ബ്ലൂ തന്നെ ഇതിലും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ വേരിയേഷൻ്റെ വർക്കിലുണ്ടാവും, അതുകൊണ്ടാണ് ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. വയലറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് ഗ്രീൻ, ഇത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ. നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നത് ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് വയലറ്റ്, ബ്ലൂ. ചെറിയ വേരിയേഷൻ കളറിലുണ്ടെങ്കിൽ പോലും നമ്മളത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സൈറ്റ് ബുക്ക് ചെയ്യുക. 1150 ആണ് റേറ്റ് വരുന്നത്. നല്ല സൂപ്പർ അപ്പായിട്ടുള്ള സാരീസ് എല്ലാം തന്നെ. അപ്പോൾ ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitsindia.in സൈറ്റായിട്ട്. നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അറിയില്ല എന്നൊക്കെയുണ്ട്, കൺഫ്യൂഷൻസ് ആണെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551153. അപ്പോൾ നമുക്ക് ഇത് ഓരോ സാരീസായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ചെറിയൊരു സ്ട്രൈപ്സ് പോലെ ഈ ബോർഡറിൽ പോയിട്ടുണ്ട്. ബോർഡർ കുറച്ച് തിക്കായിട്ടുള്ള ബോർഡർ വന്നിട്ട്, തിക്കായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല, ഈ ഒരു ഫാബ്രിക് വരുന്നത് കണ്ടോ. ഇത് ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതി, പക്ഷേ അത് പ്ലീറ്റ് ചെയ്ത് ഇവിടം വരെ വരുന്ന പോലെ ഉള്ളൂ കേട്ടോ. ബാക്കി പോർഷനിൽ പ്ലെയിൻ ഫാബ്രിക് വന്നിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതൊരു നല്ല രസമായിരിക്കും. പ്ലീറ്റ് ചെയ്ത് കൊടുത്താലും മള്ളയിട്ടാലൊക്കെ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു സാരി. നല്ല കളർ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക. കണ്ടോ, പല്ലു ഇതുപോലെ. ഇപ്പോൾ 1 ലെയർ ഇടുകയാണെങ്കിൽ ഈ ഒരു പോർഷനായിരിക്കും നിങ്ങൾക്ക് മേളിൽ വരിക കേട്ടോ. ഇങ്ങനെയായിരിക്കും വരിക ഈ ഒരു പോർഷൻ. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോയേക്കുന്നത്. ബാക്കി നമുക്ക് ഫുൾ കവർ ചെയ്തിട്ടുള്ള ടൈപ്പുമാണ് ഇത്. നിങ്ങൾക്ക് ഒരു ഡിസൈനർ പാറ്റേൺ പോലെ ഈ ഒരു സാരി കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കാം. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ കൊടുക്കാൻ പറ്റുന്ന ഓർഗൻസ സാരിയൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഇതിന്. നല്ല ഭംഗിയാണ്. നല്ല ആ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് 1 ലെയർ എടുത്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരെ. അതാ പ്ലീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു നമ്മൾ ഇങ്ങോട്ടേക്ക് സൈഡ് വരില്ലേ, ആ ഒരു പോർഷൻ വരെയാണ് ഈ ഒരു ലുക്കിൽ വരിക കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരിക. ഇത് പ്ലീറ്റ് ചെയ്താൽ ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്ലീറ്റും കൂടെ ചെയ്ത് 1 ലെയർ എടുത്ത് ഞാൻ പ്ലീറ്റ് ചെയ്തേക്കും കേട്ടോ. പ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെ അത്ര ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ഇത്. ഇങ്ങനെ ഒരു കാരണം നമുക്ക് ടേബിളിൽ വെച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ് ചെയ്താലുള്ള ലുക്ക് വരെ. നല്ല നീറ്റ് ഫിനിഷിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സാരി നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അതിൽ പല്ലു കണ്ടോ, ഇതുപോലെ ചെറിയ സ്ട്രൈപ്സ് വന്നിട്ടുള്ള പല്ലു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെങ്ങനെ വരുന്നതെന്നുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് ചെറിയ ബോർഡർ മാത്രം. ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂവിൻ്റെ പല്ലു ഇതാ ഇതുപോലെ. ആൻഡ് ബോഡി പോർഷൻ ഫുൾ ഈ ബോർഡറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ബ്ലൂ എന്നോ ഗ്രേ എന്നോ പറയാം. ഡാർക്ക് ബ്ലൂ ഒരു ഗ്രേയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നെക്സ്റ്റ് കളർ, ഇത് കുറേ കളേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം കാണിച്ചു പോകാം. വയലറ്റാണ് ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ സാരി. ബോഡി പോർഷൻ ഇതുപോലെ ആൻഡ് പല്ലു ഇതുപോലെ വന്നേക്കുന്നത്. ഓരോന്നിൻ്റെയും ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. ഗ്രീൻ, ഇതുപോലെ പല്ലു ആൻഡ് ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ വരിക കേട്ടോ. ഒരു സ്ട്രൈപ്സ് പോലെയാണ് ആ ഒരു ബോഡിയിൽ പോകുന്നത്. നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസി ലുക്ക് തരുന്ന സാരി. ഈ ഒരു കളറും റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. റോസ് ഗോൾഡിൻ്റെ തന്നെ ലൈറ്റർ ടോൺ കണ്ടതിൻ്റെ പല്ലു ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. വയലറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഈ കളറൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ബോർഡറിൽ ലൈറ്റ് ഷെയ്ഡോ വന്നേക്കുന്നത്. പല്ലുവിൽ
ഇതുപോലെ ബ്യൂട്ടിഫുൾ പല്ലുവിൽ ലൈൻസ് പോലെയും ഗോൾഡൻ കളറും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ഭയങ്കര ഭംഗിയായിട്ട് ലോട്ടസ് പിങ്കിൻ്റെ ഡാർക്ക് ടോൺ. ഇതുപോലെ ഇത് ക്രേപ്പ് പോയിൻ്റ് തന്നെ കുറച്ചുകൂടി ഡാർക്ക്, ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളത് സെപ്പറേറ്റ് കളറായിട്ട് തന്നെ ആഡ് ചെയ്യും. ഇതൊരു മറൂണും ബ്രിക്ക് റെഡും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. പിങ്ക്, ഈ പിങ്ക് നല്ല ഭംഗി, എല്ലാവർക്കും ചേരുന്നൊരു പിങ്ക്, എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരുന്നൊരു പിങ്കാണിത്. ആൻഡ് ലാസ്റ്റ് വൺ ബ്ലാക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പല്ലുതാ ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക്
ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.